യെസ്, ഫൈനലി ഒഫീഷ്യലായിട്ട് മാർവലും അത് കൺഫേം ചെയ്തിരിക്കുക തന്നെയാണ്. അതായത് ജോണതൻ മേജേഴ്സ് ഇനി ഒരിക്കലും കാങ് ആയിട്ട് MCU യൂണിവേഴ്സിനകത്ത് തുടരില്ല എന്നുള്ളൊരു കാര്യം. കാരണം പുള്ളിക്കാരനെതിരായിട്ട് ഒത്തിരിയധികം കേസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പുള്ളിക്കാരൻ്റെ ഗേൾ ഫ്രണ്ടിനെ അസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം എന്താ പറയുക കോടതി കേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു, മാർവൽ എങ്ങനെയെങ്കിലും ജോണതൻ മേജേഴ്സിനെ കളയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണെന്നുള്ളൊരു കാര്യം തന്നെ. പക്ഷെ അപ്പോഴൊക്കെ ജോണതൻ മേജേഴ്സിനുണ്ടായിരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ കോടതിയിൽ പുള്ളിക്കാരൻ കുറ്റക്കാരനാണെന്നുള്ളൊരു കാര്യം ആർക്കും എന്താ പറയേണ്ടത്, അത് കുറ്റക്കാരനാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റീസെൻ്റ്ലി ലോക്കിയുടെ സീസൺ 2-നകത്തൊക്കെ ജോണതൻ മേജേഴ്സിനെ കണ്ടപ്പോഴും എനിക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം കേസ് ഒരു രീതിയിൽ നടക്കുന്നു. നമുക്ക് കാങ് ഡൈനാസ്റ്റി കിട്ടും, സീക്രട്ട് വേഴ്സ് കിട്ടും. കാരണം താനോസിന് ശേഷം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വില്ലൻ തന്നെയായിരുന്നു കാങ് ദ കോൺക്കറും. അതുകൂടാതെ തന്നെ കാങ്ങിൻ്റെ ഈ ഒരു കൗൺസിലിംഗ് അല്ല കൗൺസിലേഴ്സ് ഓഫ് കാങ് എന്ന് പറഞ്ഞ് നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് ആൻഡ്മാൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ആൻഡ് ഫൈനലി ഇന്നലെ ഈ ഒരു കേസിന് ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വിധിക്കകത്ത് ജോണതൻ മേജേഴ്സ് കുറ്റക്കാരനാണെന്നുള്ളൊരു കാര്യം തെളിഞ്ഞിരിക്കുക തന്നെയാണ്. അത് ആ ഒരു എന്താ പറയണ്ട, ആ ഒരു വിധി വന്നതിൻ്റെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മാർവൽ ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തി ജോണതൻ മേജേഴ്സിനെ കാങ്ങിൽ നിന്ന് മാറ്റിയേക്കുവാണെന്നുള്ളൊരു കാര്യം തന്നെ. കാരണം അവർ ഓൾറെഡി പ്രിപ്പയർ തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു വലിയൊരു ഫ്രാഞ്ചൈസിക്ക് ഇങ്ങനെ ഒരു വില്ലനെ അവർ ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ അറിയാം അത് എത്രത്തോളം ലോസ് ആവും. ആൻഡ് ഇനി ഈ ഒരു ഇഷ്യൂ ഒരു പ്രൂവും കൂടി ആയ സ്ഥിതിക്ക് അതെന്താണെങ്കിലും ആ ഒരു MCUവിനെ തന്നെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നത് തന്നെയാണ്. കാരണം റീസെൻ്റ്ലി നമ്മൾ DC എന്താ പറയുക അക്വമാൻ സിനിമയ്ക്കകത്തുനിന്ന് മറ്റേ പെണ്ണിനെ മാറ്റിയത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു ആംബർ ഹെഡ്. ജോണി ഡെപ്പിൻ്റെ കേസിനകത്ത് ആംബർ ഹെഡിൻ്റെ ഒരു വിധി വന്നപ്പോഴും നമ്മൾ ഓരോരുത്തരും കണ്ടൊരു കാര്യം തന്നെയായിരുന്നു. ആൻഡ് ഫൈനലി അക്വമാൻ 2 എന്താണെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെന്തായാലും റിലീസാവും. നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് ആംബർ ഹെഡിൻ്റെ ആ ഒരു സീൻസ് എല്ലാവരും കട്ട് ചെയ്ത് കളഞ്ഞു. ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടെങ്ങാണ്ട് ആംബർ ഹെഡ് ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. സിനിമ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ആംബർ ഹെഡ് ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകുന്നതൊരു കാര്യം. സോ ഏകദേശം അതേ ഒരു സെയിം അവസ്ഥ തന്നെയാണ് ജോണതൻ മേജേഴ്സിൻ്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അപ്പോൾ നമുക്ക് ആസ് ഒരു ഫാൻ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, മാർവൽ റീസെൻ്റ്ലി അവരുടെ മൾട്ടിവേഴ്സ് ആകെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥിതിക്ക് അതിനകത്തുള്ള മെയിൻ വില്ലനായിട്ടുള്ള കാങ് ദ കോൺക്കർ തന്നെ പോയി കഴിഞ്ഞാൽ ഇനി എന്താകും മാർവലിൻ്റെ ഭാവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അവർക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവർക്ക് ഈ ഒരു സെയിം ക്യാരക്ടർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മാർവലിക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണെങ്കിലും സിമ്പിളായിട്ട് റീകാസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. യെസ്, അത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നും അല്ല. കാരണം ജോണതൻ മേജേഴ്സ് എന്തൊക്കെ ആയിക്കോട്ടെ, പുള്ളിക്കാരൻ്റെ റിയൽ ലൈഫിൽ പുള്ളിക്കാരൻ എത്രത്തോളം വില്ലനായിട്ടുള്ളൊരു ക്യാരക്ടറും ആയിക്കോട്ടെ, പക്ഷേ ഓൺ സ്ക്രീൻ പെർഫോമൻസിലേക്ക് നമ്മൾ നോക്കിയാൽ ജസ്റ്റ് മാർവലിൻ്റെ സിനിമ മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മറ്റേ ക്രീഡ് സിനിമ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കിഡിലനായിട്ടുള്ളൊരു ആക്ടറാണ് ജോണതൻ മേജേഴ്സ് എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ലോക്കിയുടെ സീസൺ 2 കണ്ടപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ജോണതൻ മേജേഴ്സ് ആ ഒരു ക്യാരക്ടർ അതായത് വളരെ കിഡിലനായിട്ട് തന്നെ പുള്ളിക്കാരൻ അതിനെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. സെയിം കാര്യം തന്നെ ആൻഡ്മാൻ സിനിമ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എത്രത്തോളം പൊട്ടയായിരുന്നെങ്കിൽ തന്നെയും പുള്ളിക്കാരൻ്റെ ആക്ടിങ് ആ ഒരു സിനിമയ്ക്കകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ജോണതൻ മേജേഴ്സിൻ്റെ ഏതൊരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കറിയാം പുള്ളിക്കാരൻ റിയൽ ലൈഫിൽ നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ തന്നെയും ഞാൻ അതിനെയൊന്നും സപ്പോർട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ വളരെ സൂപ്പറായിട്ടുള്ളൊരു ആക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ റീകാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അത്രയ്ക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ല. കാരണം മാർവലിന് കുറച്ച് എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇനി റീകാസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് റീകാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു സെയിം ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടർ നമ്മുടെ ഹോളിവുഡിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് വിൽ സ്മിത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ലെജൻഡറി ആക്ടറായിട്ടുള്ള ഡെൻസൽ വാഷിങ്ടൺ ഉണ്ട് അവിടെ. പക്ഷേ ഇവർ രണ്ടുപേരും മാർവലിൽ വന്ന് ജോയിൻ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ രണ്ടുപേരെയും കൺസിഡർ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് മാർവലിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാങ്ങിനെ അവർ റീകാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏതൊരു ആക്ടർ ആ ഒരു ക്യാരക്ടറിനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി അടുത്തൊരു സിനാറിയോയിലേക്ക് നമുക്ക് പോവാം. അവർ റീകാസ്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു എൻ്റർ കാങ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നെ അവർ മാറ്റുവാന്ന് വിചാരിച്ചു. ഇത് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോസിനകത്ത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, അവർ മിക്കവാറും ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ മാറ്റുവാണെങ്കിൽ
അത് ഡൂമിനെ കൊണ്ടായിരിക്കും മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം റീസെൻ്റ് ഇറങ്ങിയിട്ടുള്ള മാർവലിൻ്റെ ആ ഒരു കോമിക് ബുക്ക് ഇഷ്യൂലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. സീക്രട്ട് വാഴ്സിലെ കറൻ്റ്ലി മെയിൻ വില്ലൻ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, ഡൂം തന്നെയാണ്. മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ ഡൂം ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. മാർവലിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെ. പക്ഷെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർ ചെയ്യേണ്ടി വരുന്ന മറ്റൊരു വലിയൊരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ കാങ് ദ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്, അവഞ്ചേഴ്സ് സിനിമ. ആ സിനിമ അവർ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സീക്രട്ട് വാഴ്സ് അവർക്ക് വേണമെങ്കിൽ പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് ഒറിജിനലി അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ അവർ ആദ്യം അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവർ ഒറിജിനലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇറക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അല്ലാതെ ഇൻഫിനിറ്റി വാർ 1 എൻഡ് ഗെയിം 1 അങ്ങനെയല്ലായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 1 ഇൻഫിനിറ്റി വാർ, പാർട്ട് 2 ഇൻഫിനിറ്റി വാർ തന്നെയായിരുന്നു. സോ വേണമെന്നുണ്ടെങ്കിൽ മാർവലിൽ അങ്ങനെ ഒരു കാര്യം കൺസിഡർ ചെയ്യാവുന്ന തന്നെയാണ്. കാരണം കാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിലിം ടോട്ടലി സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു സെയിം പ്ലോട്ട് ലൈനും കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക്, പക്ഷേ ഡൂമിനെ വെച്ചിട്ട് അവർക്ക് നേരെ സീക്രട്ട് വാഴ്സിൽ വരെ അവർക്ക് പാർട്ട് 1 ചെയ്യാം, അത് കൂടാതെ തന്നെ പാർട്ട് 2 ചെയ്യാം. ഇതാണ് ആസ് ഒരു ഫാൻ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ പറയുക, ഒരു ഡാമേജ് കൺട്രോൾ എന്താണെങ്കിൽ ഇപ്പോൾ മാർവലിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാമേജ് കൺട്രോൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. സോ ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീകാസ്റ്റിലൂടെ അവർക്ക് വേറെ ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള മറ്റൊരു കാര്യം അവർക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. അതായത് നമ്മളെ ഓൾറെഡി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാങ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിന് ഒത്തിരിയധികം രീതിയിൽ വേരിയൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം. കാരണം അത് തന്നെയാണ് നമ്മൾ കൗൺസിൽ ഓഫ് കാങ്ങിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ. സോ ഈ പറഞ്ഞ വേരിയൻറ്റ് ഒരു മൾട്ടിവേഴ്സിലെയാണ് നമ്മൾ ജോണതൻ മേജേഴ്സ് ആയിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ട് പല മൾട്ടിവേഴ്സിൽ പല ആൾക്കാരായിക്കൂടാ? ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്, അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി നമുക്ക് അതിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ വേറൊരു യൂണിവേഴ്സ്, ഈ ഒരു ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് മൾട്ടിവേഴ്സിനകത്തുള്ളതിനകത്ത് വേറൊരു യൂണിവേഴ്സിലുള്ളൊരു മൾട്ടിവേഴ്സിലുള്ള കാങ്ങും ആ ഒരു കൗൺസിൽ ഓഫ് കാങ് കൂടി വന്നിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് യൂണിവേഴ്സിലുണ്ടായിരുന്ന ഈ ഒരു ജോണതൻ മേജേഴ്സിൻ്റെ ആ ഒരു കാങ്ങിനെ കൊന്നു കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് ചെയ്യാവുന്ന തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനി ഇറങ്ങാൻ പോകുന്ന ഡെഡ്പൂൾ 3 സിനിമ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി കമിയോസാണ് അവർ നമ്മൾ എന്താണെങ്കിൽ പ്രോമിസ് ചെയ്തിട്ടുള്ളത് തന്നെ. അതായത് അതൊരു ക്രേസി ഫിലിം ആവുന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ഡൗട്ടും വേണ്ട. പക്ഷേ ഈ പറഞ്ഞ കമിയോസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പോസ്റ്റർ സീനകത്ത് നമുക്ക് കാങ്ങിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർ നമ്മളെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അതവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊരു ഐഡിയ ഇല്ല. ഡെഡ്പൂൾ 3 ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെങ്കിലും നമ്മുടെ എൻ്റെ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഹ്യൂ ജാക്ക്മാൻ തിരിച്ചു വരുന്നുണ്ട്. അത് തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. പക്ഷെ ഇതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ഞാൻ എന്താണെങ്കിലും പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം അവരിനിപ്പോൾ റീകാസ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഗോഡ് എംപറർ ഡൂമിനെ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ സീക്രട്ട് വാഴ്സിലേക്ക് നോക്കിയാൽ ഡൂമിൻ്റെ ഗോഡ് എംപറർ വേർഷൻ തന്നെയാണ് ഇപ്പോൾ സീക്രട്ട് വാഴ്സിലെ മെയിൻ വില്ലനായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ലോക്കിയുടെ സീസൺ 2 എൻഡിനകത്ത് ലോക്കി പോയ ആ ഒരു ടൈം ലൈനൊക്കെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളും എല്ലാം അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഞാൻ ചെറിയ രീതി ഇങ്ങനെ ആലോചിച്ചായിരുന്നു. കാരണം ഇനിയിപ്പോൾ കാങ്ങിനെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ലോക്കിയെ വീണ്ടും വില്ലനായിട്ട് കൊണ്ടുവരാം. പക്ഷേ ഇപ്പോൾ എത്ര പേർക്ക് അത് യോജിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ലോക്കി ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ആൻറ്റി ഹീറോയേക്കാൾ ഉപരി നമ്മൾ കൂടുതലും ഹീറോ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കാണുന്നത് ആ ഒരു സാക്രിഫൈസിന് ശേഷം തന്നെ. സോ അതെന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മോസ്റ്റ്ലി അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഡൂമിനെ കൊണ്ടുവരുന്ന തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവരെന്താണെങ്കിലും കാങ്ങിൻ്റെ ക്യാരക്ടർ റീകാസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ മാർവലിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നുന്ന അയൺമാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരനെ മാർവലിൽ റീകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവിൽ അതാണ് മെയിൻലി ആയിട്ടുള്ള ഒരു വലിയൊരു റീകാസ്റ്റ് ആയിട്ട് എനിക്ക് ഇത്രയും നാൾ ഞാൻ MCU സിനിമാറ്റിക് യൂണിവേഴ്സ് ഫോളോ അപ്പ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നൊരു കാര്യം, വാർമിഷനെ അവർ റീകാസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. സോ അങ്ങനെ ഒരു അത് പക്ഷേ ഭയങ്കര വലിയൊരു റീകാസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിരുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇതൊരു മെയിൻ ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഒരു മെയിൻ ക്യാരക്ടറിനെ അവരെങ്ങനെ റീകാസ്റ്റ് ചെയ്യുന്നോ എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. റീകാസ്റ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ മൊത്തത്തോടെ കാങ് എന്ന് പറഞ്ഞാൽ ഒരു വില്ലനെ മാറ്റിയിട്ട് ഡൂമിനെ കൊണ്ടുവരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളൊരു കാര്യം. കാരണം കാങ് പോയാൽ എന്താണെങ്കിലും ഡൂമേ വരാൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം കൺഫേം നമുക്ക് ചെയ്യാം. അല്ലാതെ ഗലാക്ടസ് ഒന്നും വരുമെന്ന് എന്താണെങ്കിലും എനിക്ക് എന്താണെങ്കിലും ഇപ്പം എന്തായാലും തോന്നുന്നില്ല. പിന്നെ മെഫിസ്റ്റോ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനെ കുറിച്ച് ഒരു വിവരവും. ഞാൻ ഒത്തിരി വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു മെഫിസ്റ്റോ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ മെഫിസ്റ്റോ ആയിരുന്നു നമ്മൾ കണ്ടിട്ടില്ല. സോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പോകണ്ട.
സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ന്യൂസും MCU സംഭവിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ മാർവലും കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു എന്താണ് ഈ ഒരു കേസിൻ്റെ അവസാനം തന്നെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി അവരും വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് വിധി വന്നു. ജോണതൻ മേജേഴ്സ് ഇനി എന്താണെങ്കിലും കാങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ചെയ്യില്ല MCU. ജോണതൻ മേജേഴ്സ് ഈസ് ഫയർഡ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ തോട്ട്സ്, കാര്യങ്ങൾ എന്താണ്? ആസ് ഒരു ഫാൻ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഇതവർ ചെയ്തത് ജസ്റ്റിസ് ആണോ അല്ലയോ? അത് നമ്മളല്ല തീരുമാനിക്കേണ്ട, അത് തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. സോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ അടിയൊന്നും ഉണ്ടാക്കേണ്ട. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. നിങ്ങൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് എന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.